ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്ലോബൽ മാക്രോസ് ഒക്കെ വലിയ തോതിൽ നെഗറ്റീവായി സ്വാധീനിച്ച ഒരു ആഴ്ചയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ കടന്നുപോയത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ തീർച്ചയായിട്ടും ക്രൂഡ് ഓയിൽ പ്രൈസിലുണ്ടായിട്ടുള്ള ഹൈക്കാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ 100-103 റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ക്രൂഡ് ഓയിൽ പിന്നീട് ഉയർന്നത് 115-119 ലെവലിലൊക്കെയാണ്. നിലവിൽ ഈ നിമിഷം നമ്മൾ നോക്കുമ്പോൾ $112 പെർ ബാരൽ എന്ന റേറ്റിലാണ് ബ്രന്റ് ക്രൂഡ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് കഴിഞ്ഞ വീക്ക് ഏകദേശം 8% ഒരു ഹൈക്കാണ് ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്രൂഡ് ഓയിൽ പ്രൈസിലുള്ള ഈ ഒരു വളറ്റിലിറ്റി അത് ഇന്ത്യ മാത്രമല്ല, എല്ലാ ഗ്ലോബൽ മാർക്കറ്റിനെയും അത് ബാധിച്ചായിട്ട് കാണാം. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ലാസ്റ്റ് വീക്ക് ഇന്ത്യൻ മാർക്കറ്റ് മറ്റ് മാർക്കറ്റുകളെക്കാൾ ബെറ്റർ ആയിട്ടാണ് പെർഫോം ചെയ്തതെന്നാണ്. ഇപ്പോൾ US-ന്റെ ഡൗ ജോൺസ്, അതുപോലെ UK-യുടെ FTSE, ജർമ്മനിയുടെ ഡാക്സ്, ജപ്പാന്റെ നിക്കി, ചൈനയുടെ ഷാങ്ഹായ്, അതുപോലെ ഹോങ്കോങ് ഹാങ്സെങ് ഇൻഡെക്സ്, ഈ ഇൻഡെക്സുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയേക്കാൾ മോശമായിട്ടാണ് പെർഫോം ചെയ്തതെന്ന് കാണാൻ കഴിയും. അവിടെ കൊറിയയുടെ കോസ്പി മാത്രമാണ് കുറച്ചെങ്കിലും ഇന്ത്യയേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യൻ മാർക്കറ്റ് താരതമ്യേന വീക്ക് ഗ്ലോബൽ മാക്രോസിനെ അതിശക്തമായി പ്രതിരോധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയുടെ ബ്രോഡ് മാർക്കറ്റിൽ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 0.16% മാത്രമാണ് ഡൗൺ ആയിട്ടുള്ളത്. അതുപോലെ നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 0.03% മാത്രവും, സ്മോൾ ക്യാപ്പ് 0.44% താഴോട്ടേക്ക് വന്നപ്പോൾ നിഫ്റ്റി നെക്സ്റ്റ് 50 മാത്രമാണ് മേജറായിട്ടുള്ള ഒരു ഫോൾ നടന്നത്. അത് അവിടെ 1.28% ഡൗൺ ആയിരുന്നു. എന്നാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം നിഫ്റ്റി മൈക്രോ ക്യാപ്പ് 250 അത് 1.05 പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ലാസ്റ്റ് വീക്കിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും ഇവിടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ വളരെയധികം പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അണ്ടർലൈങ് ആയിട്ടുള്ള നല്ല ബൈങ് പല സെക്ടറുകളിൽ നടക്കുന്നുണ്ട് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച സെക്ടർ വൈസ് പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ, മെറ്റൽ, നിഫ്റ്റി PSU ബാങ്ക്, കമ്മോഡിറ്റീസ്, നിഫ്റ്റി IT, നിഫ്റ്റി മീഡിയ ഒക്കെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അവിടെ നല്ലൊരു തിരിച്ചുവരവ് നടത്തിയെന്ന് പറയുന്നത് മെറ്റലും ഓട്ടോ ഇൻഡെക്സുമാണ്. നെഗറ്റീവിൽ ക്ലോസ് ചെയ്ത സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി എനർജി, നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി CPSE, നിഫ്റ്റി ഫാർമ, MNC, PSE, റിയാലിറ്റി, അതുപോലെ FMCG സെക്ടറുകളൊക്കെയാണ്. പക്ഷെ അവിടെയൊന്നും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഫോൾ നമ്മൾ കാണുന്നില്ല. ഏറ്റവും മോശം പെർഫോമൻസ് നടത്തിയ FMCG പോലും 1.9% മാത്രമാണ് ഡൗൺ ആയിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും ആശങ്ക ഉണ്ടാക്കിയ ഘടകം റൂപ്പിയുടെ ഡിവാലുവേഷനാണ്. കാരണം ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് വലിയ തോതിൽ ഉയർന്നതും അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ മാസീവ് ആയിട്ടുള്ള സെല്ലിങ്ങും. അപ്പോൾ ഈ രണ്ട് ഇഷ്യൂസും കാരണം റൂപ്പി വളരെ വീക്കായിട്ട് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാം. ഇപ്പോൾ ഡോളറിനെതിരെ കഴിഞ്ഞ ആഴ്ച 5 ട്രേഡിംഗ് ഡേയിൽ 2 പ്രാവശ്യം അത് 93 എന്ന റേഞ്ചിന് മുകളിലേക്ക് പോയതായിട്ട് കാണാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ നിമിഷം നമ്മൾ നോക്കുമ്പോൾ 94 എന്നുള്ള അതിൻ്റെ റെക്കോർഡ് ലെവലിലേക്കാണ് റൂപ്പി ഇപ്പോൾ താഴോട്ടേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ FII സെല്ലിങ് മാർക്കറ്റിൽ വലിയ തോതിലുള്ള നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ 2026 മാർച്ചിൽ ഓവറോൾ FIIസിൻ്റെ നെറ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് 86,000 കോടിക്ക് മുകളിലാണ്. ഇതിനു മുമ്പത്തെ ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് സെല്ലിംഗ് നടന്ന ഒരു മന്ത് എന്ന് പറയുന്നത് 2024 ഒക്ടോബറിലാണ്. അന്ന് ഏകദേശം 1 ലക്ഷം കോടിക്ക് മുകളിലുള്ള സെല്ലിംഗ് ആയിരുന്നു FIIs നടത്തിയത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഈ 2026 മാർച്ച് ഉയരുമോ എന്നാണ് ഇപ്പോൾ സംശയം ഉണർത്തുന്നത്. കാരണം മാർച്ചിൽ ഇനിയും എത്രയോ ട്രേഡിംഗ് സെഷൻ ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫ്രീക്വൻസിയിൽ ഇവർ സെല്ല് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ FIIs ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഹയസ്റ്റ് സെല്ലിംഗ് നടത്തിയ ഒരു മാസമായിട്ട് ഈ മാർച്ച് 2026 മാറാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇത്രയധികം FIIs സെല്ലിംഗ് നടത്തിയിട്ടും നമ്മുടെ മാർക്കറ്റ് പിടിച്ചു നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം തീർച്ചയായിട്ടും അത് DIIsൻ്റെ ബൈങ് ആണ്. സാധാരണഗതിയിൽ ഒരു 50,000 കോടിക്ക് മുകളിലൊക്കെ FIIs ഒരു മാസം സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് 10-15% താഴോട്ടേക്ക് പോകും. എന്നാൽ ഇവിടെ 86,000 കോടിക്ക് മുകളിൽ സെല്ലിംഗ് നടത്തിയിട്ട് പോലും മാർച്ച് മാസത്തിലെ ഫോള് ഏകദേശം 10%-ന് താഴെയാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്, സിപ്പ് വഴിയും അതേപോലെ തന്നെ മാർക്കറ്റിൽ ലംസം ഇൻവെസ്റ്റ് ചെയ്യുന്ന മറ്റ് പെൻഷൻ ഫണ്ടുകളും ഇൻഷുറൻസ് ഫണ്ടുകളും ഒക്കെയാണ് മാർക്കറ്റിനെ തകരാതെ പിടിച്ചു നിർത്തുന്നത്. അതുപോലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട ഒരു പ്രവണത ഗോൾഡും സിൽവറും വലിയ തോതിൽ ക്രാഷ് ആവുന്നതാണ്. നമ്മുടെ മാർക്കറ്റിലുള്ള ETF നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗോൾഡ് ബീസ് 5% താഴോട്ടേക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച മാത്രം. അതുപോലെ സിൽവർ ഏകദേശം 7% താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ അതിൻ്റെ സപ്പോർട്ട് ലെവലുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഗോൾഡും സിൽവറും താഴോട്ടേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും പ്രൈസ് അത് ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു സൈഡ് വേസ് ആയിട്ട് കുറച്ച് കാലം പോകാനുള്ള സാധ്യതയാണ്.
കാരണം ഇപ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയർന്നത് കാരണം സ്വാഭാവികമായിട്ടും വലിയ തോതിലെ ഇൻഫ്ലേഷൻ മാർക്കറ്റിൽ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് US മാർക്കറ്റിൽ ഇൻഫ്ലേഷന്റെ ഭീതി തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട് എന്നാണ് കഴിഞ്ഞ ആഴ്ച വന്ന FOMC മീറ്റിംഗിന്റെ ഔട്ട്കമ്മിൽ ജെറോം പവൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വർഷം ഒരേ ഒരു റേറ്റ് കട്ടിന്റെ സാധ്യത മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെ നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കൂടാതെ US-ന്റെ 10-year ട്രഷറി ബോണ്ട് ഈൽഡ് വലിയ തോതിൽ ഉയർന്നിരിക്കുകയാണ്. അത് 3.86 എന്ന ലോ ലെവലിൽ നിന്ന് ഇപ്പോൾ 4.6 എന്ന ലെവലിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഏകദേശം കഴിഞ്ഞ ആഴ്ച മാത്രം 2% മുന്നേറ്റമാണ് ബോണ്ടുകളിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ FIAസിൻ്റെ സെല്ലിങ്ങിന് ഇതും ഒരു കാരണമാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് FIAs ഫണ്ട് പിൻവലിക്കുന്നതിൻ്റെ പിന്നിൽ ഈ ഒരു കാരണം കൂടിയുണ്ട്. കാരണം ഇന്ത്യൻ മാർക്കറ്റിൻ്റെ റുപ്പി ഡിവാലുവേഷനും മാർക്കറ്റിൻ്റെ അണ്ടർ പെർഫോമൻസും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം 0 റിട്ടേൺസ് ആണ് ലഭിക്കുന്നത്. എന്നാൽ ഇവിടെ ഹൈ ഇൻട്രസ്റ്റ് ലഭിക്കുന്ന ബോണ്ടുകൾ ഉണ്ടാകുമ്പോൾ അറ്റ്ലീസ്റ്റ് 4% ഇൻട്രസ്റ്റ് അവർക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അതാണ് അവരെ ഈ രീതിയിൽ സെല് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. കൂടാതെ ഡോളറും കുറച്ച് ശക്തിപ്പെടുന്നതായിട്ട് കാണാം. എങ്കിലും ഡോളർ ഇൻഡെക്സ് 100 എന്ന ലെവലിൽ ശക്തമായ റെസിസ്റ്റൻസ് നേരിടുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടെ 100-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ ഡോളറിന് സാധിക്കുന്നില്ല എന്നതും നമ്മൾ പരിഗണിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ സേഫ് ഹെവൻ എന്നുള്ള രീതിയിൽ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെടേണ്ട പണം ഈ രീതിയിൽ ഡോളറിലേക്കും അതുപോലെ ബോണ്ടുകളിലേക്കും പോകുന്നത് ഒരു ടെമ്പററി എഫക്റ്റ് ആവാനാണ് സാധ്യത. കാരണം ഗോൾഡ് വലിയ തോതിൽ റണ്ണപ്പ് നടന്നത് കൊണ്ടാണ് ഈ രീതിയിൽ അവിടെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ വരാത്തത്. എന്നാൽ അത് സൈഡ് വൈസ് ആയിട്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണെങ്കിലും അതുപോലെ ഗ്ലോബലായിട്ട് കാര്യങ്ങൾ കുറച്ച് ശാന്തമാവുകയാണെങ്കിൽ വീണ്ടും ഗോൾഡിലും സിൽവറിലും ഒരു റാലി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിലവിലുള്ള ഈ ഗ്ലോബൽ മാക്രോസ് ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. അടുത്ത ആഴ്ച നമ്മുടെ മാർക്കറ്റിൽ 4 ട്രേഡിംഗ് ഡേ മാത്രമേ ഉള്ളൂ. മാർച്ച് 26 വ്യാഴാഴ്ച മാർക്കറ്റ് അവധിയാണ്. ഇപ്പോൾ രാമനവമി കാരണമാണ് ഈ ഒരു അവധി. അപ്പോൾ അടുത്ത ആഴ്ച തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാന ഘടകം ഈ പശ്ചിമേഷ്യയിലുള്ള ഈ യുദ്ധ സാഹചര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളും ന്യൂക്ലിയർ റിസർച്ച് സെന്ററുകളിലുമൊക്കെ ഇസ്രായേൽ കടുത്ത വ്യോമാക്രമണം നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിന് റിറ്റാലിയേഷൻ എന്ന രീതിയിൽ ഇറാൻ ഇസ്രായേലിൻ്റെ പ്രധാന നഗരങ്ങളിലേക്കും മിസൈലുകളും ഡ്രോണുകളും അയക്കുന്നുമുണ്ട്. അതേപോലെ തന്നെ മെഡിറ്ററേനിയൻ കടലിലും റെഡ് സീയിലുമൊക്കെ അമേരിക്ക തങ്ങളുടെ 2ാമത്തെ എയർക്രാഫ്റ്റ് കാരിയർ കപ്പലുകൾ കൂടി വിന്യസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അമേരിക്കൻ്റെ നിലവിലുള്ള ഒരു സമീപനം എന്താണെന്ന് വെച്ചാൽ അവർ ഇസ്രായേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ്. എന്നാൽ ഇറാനിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ല. ഈ രീതിയിലാണ് വൈറ്റ് ഹൗസിൽ നിന്ന് വരുന്ന ഔദ്യോഗിക നിലപാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്കൻ മിലിറ്ററി നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിലും അവർ ഇസ്രായേലിന് ടെക്നിക്കൽ സഹായം നൽകുക മാത്രമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് ഇപ്പോഴും ശ്രദ്ധാകേന്ദ്രമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോഴും പ്രതിസന്ധിയിൽ തന്നെ തുടരുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസ് 115 ലെവലിലേക്കൊക്കെ ഉയർന്നിരിക്കുന്നത്. കൂടാതെ ലബനൻ, യമൻ മേഖലയിൽ നിന്ന് ഹിസ്ബുള്ളയും ഹൂത്തുകളുമൊക്കെ ഇസ്രായേലിനെതിരെ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇവിടെ വളരെ കലുഷിതമായ അന്തരീക്ഷമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പോൾ യുദ്ധം നിർത്താൻ വേണ്ടി UN സെക്രട്ടറി ജനറൽ അടിയന്തരമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ റഷ്യയും ചൈനയും ഒക്കെ ഇറാനോട് സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ നിയന്ത്രണാതീതമായിട്ടാണ് ഇപ്പോഴും മുന്നോട്ടേക്ക് പോകുന്നത്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയിൽ തന്നെയാണ് നമ്മളുള്ളത്. കാരണം ഗൾഫ് മേഖലയിലുള്ള ലക്ഷക്കണക്കിന് മലയാളികൾ ഉൾപ്പെടുന്ന പ്രവാസികൾ അവരുടെ സുരക്ഷ ഒരു പ്രധാന ഘടകമാണ്. അതുപോലെ നമ്മുടെ റെമിറ്റൻസ് കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ എണ്ണവില കൂടുന്നത് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുവാനുള്ള സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇസ്രായേൽ ഇറാൻ്റെ എനർജി ഇൻഫ്രാസ്ട്രക്ചറുകൾ ആക്രമിക്കുമോ തീർച്ചയായിട്ടും അതിനെ ആശ്രയിച്ചായിരിക്കും നെക്സ്റ്റ് വീക്ക് നമ്മുടെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ വലിയൊരു ഇടിവില്ലാതിരിക്കണമെങ്കിൽ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം പുലരേണ്ടതുണ്ട്. ഇപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 23,000-ഉം 22,800-ഉമാണ്. ഈ ലെവലുകളിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പൊതുവെ സേഫാണെന്ന് കാണാം. എന്നാൽ അതിന് താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അത് താൽക്കാലികമായിട്ട് വലിയൊരു ബിയറിഷ്നെസ്സിലേക്ക് നമ്മുടെ മാർക്കറ്റ് പോയേക്കാം. അപ്സൈഡ് നോക്കുകയാണെങ്കിൽ 23,200 ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 23,500, 23,600 വരെ പോകാനുള്ള ഒരു പൊട്ടൻഷ്യൽ തീർച്ചയായിട്ടും ചാർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാകണമെങ്കിൽ 24,000 എന്നുള്ള സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ലെവൽ കടന്നാൽ മാത്രമേ ഒരു റിക്കവറി നടന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അതുവരെ മാർക്കറ്റിൽ ഒരു സെൽ ഓൺ റൈസ് എന്നുള്ള ഒരു സിനാരിയോ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക. കാരണം മാർക്കറ്റിൽ നിന്നും പണം വിഡ്രോ ചെയ്യാൻ കാത്തു നിൽക്കുന്ന FIAസും അതേപോലെ തന്നെ മറ്റ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ഓരോ റൈസും ഒരു അവസരമായി കാണാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ നിയർ ടേമിൽ ഈ ഒരു വളറ്റിലിറ്റി നമ്മൾ മാർക്കറ്റിൽ പ്രതീക്ഷിക്കേണ്ടി വരും. കാരണം ഇന്ത്യ വിക്സ് സൂചിപ്പിക്കുന്നത് 20-ന് മുകളിലുള്ള ഒരു റേഞ്ചാണ്. തീർച്ചയായിട്ടും അത് ഹൈ വളറ്റിലിറ്റിയുടെ ഒരു സാധ്യതയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിൽ സൂചിപ്പിക്കുന്നത്.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാർച്ച് 31 ഒരു പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ആണ്. കാരണം നമ്മുടെ സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് മാർച്ച് 31. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടാക്സ് ഇംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടും മറ്റുമുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടക്കുന്ന ഒരു മാസമാണ് മാർച്ച്. പോർട്ട്ഫോളിയോ ക്രമീകരിക്കുന്ന ഒരു തിരക്കിലായിരിക്കും ഫണ്ട് മാനേജർമാരും ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസും ഒക്കെ. അപ്പോൾ അത് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു ഘടകമാണ്. ഇനി നമ്മൾ IPO മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 IPOകൾ നെക്സ്റ്റ് വീക്ക് ഓപ്പൺ ആയിട്ട് കാണുന്നുണ്ടെങ്കിലും അത്ര പ്രാധാന്യം അർഹിക്കാത്ത IPOകളാണത്. ഇപ്പോൾ നിലവിലുള്ള മാർക്കറ്റ് സാഹചര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് IPOകളൊക്കെ പരാജയപ്പെടുന്നതായിട്ടാണ്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ക്ലോസ് ചെയ്ത പല IPOകളുടെയും ഗ്രേ മാർക്കറ്റ് പ്രീമിയം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യത തീരെ ഇല്ല എന്ന് പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവെ ഇൻവെസ്റ്റേഴ്സിന് IPO മാർക്കറ്റ് ഇപ്പോൾ താല്പര്യമില്ലാത്തൊരവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യതയ്ക്ക് വേണ്ടി IPO മാർക്കറ്റിനെ സമീപിക്കുന്നതിൽ അർത്ഥമില്ല. ഇനി നമ്മൾ ചില സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ കൂടുതൽ ശ്രദ്ധ നേടുന്നതായിട്ടും കൂടുതൽ ഫോക്കസിലേക്ക് വരുന്നതായിട്ടും കാണാൻ കഴിയും. ഇപ്പോൾ നിലവിലുള്ള ഇസ്രായേൽ-ഇറാൻ സംഘർഷങ്ങൾ ഗ്ലോബലായിട്ട് ഈ ഡിഫൻസിൻ്റെ പ്രാധാന്യം വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ഈ ആത്മനിർഭർ ഭാരത് പദ്ധതി പ്രകാരം ഡൊമസ്റ്റിക്കായിട്ട് നമ്മൾ ആയുധ നിർമ്മാണത്തിന് വലിയ പ്രാധാന്യമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2026 ബജറ്റിലും ഈ ഒരു സെക്ടറിലേക്ക് വലിയ തുക വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ ആ ഒരു അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഡ്രോൺ സാങ്കേതികവിദ്യ വളരെ ഫലപ്രദമായിട്ട് യുദ്ധത്തിൽ ഉപയോഗിക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ള ഓഹരികൾക്കും വളരെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. ഇത് കൂടാതെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡിഫൻസ് സ്റ്റോക്കുകളായിട്ടുള്ള HAL, BEL, മസഗോൺ ടോക്ക് പോലെയുള്ള സ്റ്റോക്കുകൾ തീർച്ചയായും ലൈം ലൈറ്റിൽ വരുന്നുണ്ട്. പക്ഷെ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല ഡിഫൻസ് സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളും അതിൻ്റെ ഹൈ PEയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മാർജിൻ ഓഫ് സേഫ്റ്റി ഉള്ള ഒരു എൻട്രി നമുക്ക് പല സ്റ്റോക്കുകളും കാണാൻ കഴിയില്ല. എങ്കിലും നമ്മൾ അതിൻ്റെ ഇൻഡസ്ട്രി PEയും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ മീഡിയൻ PEയും ഒക്കെ താരതമ്യം ചെയ്തുകൊണ്ട് ഒരു ഫെയർ പ്രൈസിൽ എത്തുമ്പോൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ആ ഒരു സെക്ടറിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ മറ്റൊരു സെക്ടറാണ് റിന്യൂവബിൾ എനർജി സെക്ടർ. കാരണം നിലവിലുള്ള യുദ്ധ സാഹചര്യങ്ങൾ നമുക്കറിയാം, ക്രൂഡ് ഓയിൽ വില വലിയ തോതിലാണ് വർദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ആൾട്ടർനേറ്റീവ് ഫ്യൂവൽ സോഴ്സിലേക്ക് പോകേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രീൻ ആൻഡ് ക്ലീൻ എനർജി സെഗ്മെൻറ്റിൽ വലിയ പ്രാധാന്യമാണ് ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പവർ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ടാറ്റ പവർ, NTPC ഗ്രീൻ, ഇരേഡ, അദാനി ഗ്രീൻ, NHPC പോലെയുള്ള ധാരാളം സ്റ്റോക്കുകൾ ഈ മേഖലയിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത്തരം സ്റ്റോക്കുകൾ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ട് കൃത്യമായ എൻട്രി പ്ലാനോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിലാണ് ശ്രദ്ധിക്കേണ്ടത്. മറ്റൊരു സെക്ടർ നമ്മൾ കാണാൻ കഴിയുന്നത് IT സെക്ടറാണ്. ഇപ്പോൾ IT സെക്ടർ നമുക്കറിയാം ഇപ്പോൾ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലൂടെ കടന്നുപോവുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഫ്യൂച്ചർ. അപ്പോൾ നമ്മൾ നിലവിലുള്ള ഇന്ത്യയുടെ ട്രഡീഷണൽ IT സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ കമ്പനികൾ മാത്രമാണ്. അപ്പോൾ ഈ സ്റ്റോക്കുകൾ എത്രത്തോളം അവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ IT സ്റ്റോക്കുകളെ രണ്ടായിട്ട് തരംതിരിക്കേണ്ടതുണ്ട്. അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന സ്റ്റോക്കുകളിലായിരിക്കണം നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിലവിലിപ്പോൾ ഇന്ത്യയിലെ ബിഗ് IT ജയൻറ്റ് കമ്പനികളൊക്കെ ഇപ്പോൾ TCS ആയാലും ഇൻഫോസിസ്, HCL ടെക് പോലെയുള്ള സ്റ്റോക്കുകളൊക്കെ ഈ രീതിയിൽ കൂടുതലായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തുള്ള സാധ്യതകൾ ആരായുന്നുണ്ട്. ഷോർട്ട് ടേം ആയിട്ടും ഇപ്പോൾ ഈ ഇന്ത്യൻ റുപ്പി ഡിവാലുവേഷൻ കാരണം ഈ സ്റ്റോക്കുകളുടെ സെയിൽസ് റവന്യൂവിൽ ഒരു ഗ്രോത്ത് ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. ഇതേപോലെ തന്നെ മറ്റൊരു സെക്ടറുള്ളത് ഫാർമ സെക്ടറാണ്. നിലവിലെ സാഹചര്യത്തിൽ ഒരു ഡിഫെൻസീവ് പ്ലേ ആയിട്ടാണ് നമുക്ക് ഈ ഫാർമ സ്റ്റോക്കുകൾ കാണാൻ കഴിയുക. കാരണം യുദ്ധഭീതിയും അതുപോലെ നിലവിലുള്ള ഫൈനാൻഷ്യൽ അൺസർട്ടനിറ്റിയും ഒക്കെ നിലനിൽക്കുമ്പോൾ അപ്പോൾ ഇതൊരു സേഫ് ഹെവണായിട്ട് പൊതുവെ ഇത്തരം ഘട്ടങ്ങളിൽ ആളുകൾ കാണാറുണ്ട്. അപ്പോൾ നിലവിലുള്ള പല കോംപ്ലക്സ് ജനറിക്സ് മെഡിസിൻ്റെയൊക്കെ ഓർഡറുകൾ പ്രത്യേകിച്ച് ചെലവ് ചുരുക്കലിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇന്ത്യൻ കമ്പനികൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.